ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് കുറച്ച് തിരക്കിലായിപ്പോയി. ഞാൻ എറണാകുളത്തായിപ്പോയി. അതുകൊണ്ടാണ് അൽത്താഫിൻ്റെ വീഡിയോക്ക് മറുപടി തരാൻ പറ്റാതിരുന്നത്. അൽത്താഫേ, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കണം. എനിക്ക് എത്ര തന്തേടാ? സീരിയസ് ആയിട്ട് ചോദിക്കുക, എത്ര തന്തേ? ശരിക്കും എൻ്റെ ഉമ്മാനോട് ഒന്ന് ചോദിക്കണം, എനിക്ക് എത്ര തന്തയാണ് ഉമ്മാന്ന്. കാരണം എനിക്ക് പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്ക്. ഈ ആദ്യം എൻ്റെ ഒരു വീഡിയോ ചെയ്തു, ഒരു കാര്യമില്ലാണ്. ഞാൻ തിരിച്ചൊരു വീഡിയോ ചെയ്തു. പിന്നീട് ജീവൻ വന്നിട്ട് മാപ്പ് പറയലും, ഞാൻ കാതർക്കരിപ്പൊടി തന്ന പ്രകാരമാണ് ചെയ്തതെന്ന് പറയലും, അങ്ങനെ ഇരക്കലും കുരുക്കലും. ഞാൻ എന്നെ അങ്ങോട്ട് ഒരിക്കലും മെസ്സേജ് അയക്കലും കാര്യത്തിലും വന്നിട്ടില്ലല്ലോ. ഇത് ചെയ്യാനടുത്തോളം ചെയ്തോ എന്നല്ല പറഞ്ഞേ. ഈ എന്നെ വിളിച്ച് മാപ്പ് പറയുന്നതും എൻ്റെ വൈഫിനെ വിളിച്ച് മാപ്പ് പറയുന്നതും ഞാൻ കാതർക്കരിപ്പൊടി തന്ന പ്രകാരമാണ് വീഡിയോ ചെയ്തതെന്നും പറയുന്നത് ഞാൻ കാണിച്ചിട്ട് എനിക്ക് അവരെ ഒരു തെറ്റുപറ്റി ചെയ്തതാണ് കേട്ടാ. ഹലോ, സംഭവം പറഞ്ഞില്ലേ, നമുക്ക് സത്യാവസ്ഥ ഒന്നും അറിയില്ലല്ലേ. ഇപ്പോഴാണ് നിശാൽ ബ്രോ കാര്യങ്ങൾ പറയുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നമ്മളിപ്പോ ഒരാൾ കേട്ടത്, അതായത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചില കാര്യം നമ്മൾ പറഞ്ഞിരുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഒന്നും വിചാരിക്കല്ലോ, അപ്പൊ അത് ഉള്ളതല്ല, സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച ഖാദറിനെ പോലുള്ള ഒരാൾക്കാർ ഇങ്ങനെ പറയുന്നത് സത്യമായിരിക്കും. അത് നമ്മൾ തിരുത്തായിരുന്നു. നിങ്ങൾ ഒരു 3-4 മാസം ആശയ നമ്മളെ ഞാൻ സഫിയും സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്നോട് പറയാറില്ലേ. നമ്മൾ എന്തെങ്കിലും മറിച്ച് ഓൾക്ക് എന്റെ ഐഡി നമ്പറും എന്തോ എടുത്തിട്ട് എന്നോട് എന്തോ പറയാൻ വേണ്ടി നടക്കുന്നത് എന്താണാവോ, എന്തോ പറയാണ്ട. സഫിന്റെ അടുത്ത് നമ്പർ ഉണ്ട് അല്ലേ ഇതില്. സോറി, ഓക്കെ, ഞങ്ങള് അറിയാതെ ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകും. അതൊന്നും വിശ്വസിക്കല്ലോ. പ്രശ്നം എന്താവല്ലോ, അതുകൊണ്ട് ടെൻഷൻ. ആര് പറയുന്നത് വിശ്വസിക്കണ്ട. ഓക്കെ, വ്ളോഗ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോ ഈ കത്തിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, കുറെ മുന്നേ കാതർക്ക, അതായത് റോക്കറ്റ് കാതർച്ച, കമ്പിക്കാതർ എന്ന് പറയുന്ന റോക്കറ്റ് കാതർച്ച കുറേ മുന്നേ നല്ലോണം കത്തിച്ചതാണ്. 3.5 മണിക്കൂറുള്ള ലൈവിന്ന് 18 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തിട്ട് അത് അവനക്ക് വേണ്ട രീതിയിൽ അവനാക്കിയത്. കാരണം അവൻ അങ്ങനെ ആണല്ലോ, നോണ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്രോഡാണ് എന്നുള്ളത് കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പറയുന്നുണ്ടല്ലോ. ഹലോ, അസ്സലാമു ബ്രോ, എന്തൊക്കെ രാത്തല്ലേ? ഒരു 12 മിനിറ്റിന്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ആ വീഡിയോ ഇല്ലേ, നിന്റെ വൈഫ് കാണാതെ എനിക്ക് നീ ഇപ്പം തന്നെ നോക്കാം അല്ലേ, ഇല്ല നാളെ പണി കിട്ടും. പിന്നെ യൂട്യൂബിൽ എൻ്റെ ഉമ്മൻ്റെ വീഡിയോ വെച്ചിട്ടേ നിനക്ക് 8ന്റെ പണി ഞാൻ തരും. ഓക്കെ, ആ യൂട്യൂബ് നായേ, നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടാ? ഞാനും നീയുമായിട്ടൊന്നും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനും നീയും തീർക്കണം, അല്ലാതെ ഉമ്മൻ്റെ ഒരു ഫോട്ടോ അല്ലേ നിന്നെ വെക്കുന്ന. ഞാൻ നിനക്ക് നാളെ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത് നോക്ക്. അതിൽ നിന്റെ വൈഫിന്റെ ഒരു മനുഷ്യന്മാരെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അത്ര ഉളുപ്പുണ്ട്, എനിക്ക് എത്ര ഉളുപ്പുണ്ട്. നീ നാളെ കരയും. ഓക്കെ, നീ അതിനെ ഡിലീറ്റ് ആക്കിയിട്ട് നീ നാളെ കരയും, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഹലോ ബ്രോ, ഇതില്ല, ഈ വീഡിയോ നാളെ വരും. ഓക്കെ, പിന്നെ നിന്നോടൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ കാതർ, ഞങ്ങൾ തമ്മിലൊന്നും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ തീർക്കണം, അല്ലാതെ നിന്റെ മറ്റേടുത്ത പരിപാടി നീ ആക്കണ്ട. ഓക്കെ, ഞാൻ നിനക്ക് ആ ഉമ്മന്റെ ഫോട്ടോ വെച്ച് നാളെ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. നിന്റെ ഇൻസ്റ്റാഗ്രാം പോയിനല്ലേ അക്കൗണ്ട്, അങ്ങനെ നാളെ യൂട്യൂബും പോകാമല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യൂട്യൂബ് അക്കൗണ്ടിന് നാളെ എത്ര ഞാൻ ഉറങ്ങിയിട്ട് എഴുന്നേക്കുന്നത് വരെ ആയുസുണ്ടാവും. ഓക്കെ, അത് പോട്ടെ, അത് വിട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇന്ത്യയിൽ ബാൻ ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി എൻ്റെ പൊന്നാര മോനെ എനിക്കെതിരെ നിൽക്കണ്ട. അത് എനിക്ക് വിത്തിൻ 1 മന്ത് അതിനുള്ളിൽ തന്നെ തിരിച്ചെടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അറിയാലോ. എൻ്റെ പേരിൽ വ്യാജ പരാതി, പീഡന പരാതി കൊടുത്ത് തോറ്റുപോയ മുബഷിറെ കൊണ്ട് FIR ഇടിയിപ്പിച്ചിട്ട് ഈ ഇന്ത്യയിൽ ID ബാൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കോടതികൾ വേറെ ഉണ്ട് മാൻ, മനസ്സിലായോ? കോടതികൾ വേറെ ഉണ്ട്. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ പോകും. നമ്മൾ അവിടെ പോയിട്ട് ഞാൻ അത് തിരിച്ച് മേടിച്ചിട്ടേ വരുള്ളൂ. ഇത് നിശാലാണ്, ആള് വേറെയാണ്. പിന്നെ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞുതരാം. ഈ സംസാരിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും വാട്സപ്പ് കോളാണ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ചെയ്ത്, കാരണം ഈ ഫ്രോഡാണ്. കാരണം കാസർഗോഡുള്ള എന്നെ നമ്പാൻ പറ്റൂല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആദ്യം മുതലേ റെക്കോർഡ് ചെയ്ത് വെച്ച് കാതർക്കരിപ്പൊടി തന്ന എച്ചിൽ തിന്നിട്ട് എൻ്റെ തന്തൻ്റെയും തള്ളൻ്റെയും മുന്നിൽ പോയി കുരക്കുക. ഒരിക്കലും എനിക്കെതിരെ കുരക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് എന്താ കത്തിക്കാനുള്ളത്?
പിന്നെ സഫയ്ക്ക് എന്താ വീഡിയോ കോൾ ആക്കിയിരുന്നു? സഫയ്ക്ക് നിശാലും വീഡിയോ കോൾ ആക്കിയത് എനിക്കൊരു തെളിവില്ല മോനെ. സഫ ഇങ്ങോട്ട് വീഡിയോ കോൾ ആക്കിയതിനുള്ള തെളിവ് ഞാൻ എനിക്ക് കാണിച്ചുതരാം. ഓക്കെ, സഫ എന്നെയാണ് വിളിച്ചത്, ഞാൻ സഫയെ വിളിച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല, മനസ്സിലായല്ലോ. ഞാൻ അത് പറഞ്ഞ് മോൻ കത്തിക്കാറ്. പിന്നെ ഇന്നലെ അയച്ച മെസ്സേജ് എന്നെ കൊണ്ട് ഞാൻ കരയിപ്പിക്കും. ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, മനസ്സിലായി. ഞാൻ പിന്നെ കുറച്ച് തിരക്കിലായിട്ട് ഇന്നത്തെ മറുപടിക്ക് ഇത് മതി. എൻ്റെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ചോദിക്കാം, എന്തമ്മ ഇമ്മ എനിക്ക് പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണല്ലോ, എന്തുകൊണ്ടാണ്? അപ്പൊ ഉമ്മ പറയും, അങ്ങാടിപ്പറമ്പിൽ ഉത്സവത്തിന് പോയി നിന്നപ്പോൾ പ്രസവിച്ചതാണ് അന്നെ, അതുകൊണ്ടാണ് തന്ത ആരെന്നറിയാത്ത രീതിയിലുള്ള സ്വഭാവം കിട്ടിയത് എന്നുള്ളത് എൻ്റെ തള്ള പറയും. ഓക്കെ, അപ്പൊ ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ പൊന്നാരം പോലെ, എനിക്ക് ഇത് മതി. ഓക്കെ, ഉളുപ്പ് എന്നുള്ള സാധനം ഉണ്ട്. ഞാൻ പറയുന്നത് കാസർഗോഡല്ലേ, എനിക്കത് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഖാദറിന്റെ നാട്ടുകാരനും ഖാദറിന്റെ കൂട്ടുകാരനും തീരെ ഉണ്ടാവില്ല, മനസ്സിലായി. ഉളുപ്പ് എന്നുള്ളത് മനുഷ്യ സഹജമായി കിട്ടുന്ന ഒരു പാരമ്പര്യമായി കിട്ടുന്നതാണ്. ആ പാരമ്പര്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അനക്ക് ആണും പെണ്ണും കെട്ട രീതിയിലുള്ള സ്വഭാവം, മനസ്സിലായോ. ഈ റീച്ച് ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് കക്കൂസ് കോരാൻ പോവുക. ഈ കക്കൂസ് കോരാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസക്ക് ഒരു അന്തസ്സുണ്ട്. ഓക്കെ, ഈ പച്ച പൊള്ള് പറഞ്ഞ് ഇരിക്കുന്നതിന് വിലയില്ല, ഒരു കാര്യമില്ല. അന്ന തള്ളക്ക് തിന്നാൻ കൊടുത്തിട്ടോ ഇജ്ജ് അതിൽ കൊണ്ടുപോയി ഇരുന്നിട്ടോ ഒരു കാര്യമില്ല. ഞാൻ ഒരിക്കലും അന്നെ എടുത്ത് വന്നിട്ട് സംസാരിക്കാനും കൂട്ടാക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഓക്കെ, ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ സത്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മുൻ കാമുകിയുമായിട്ട് ഖാദർ കരിപ്പൊടിക്കുണ്ടായ ബന്ധം, അത് മാത്രമേ ഞാൻ പറഞ്ഞു. അതും ഉള്ള സത്യം, മീഡിയയിൽ വരെ വന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമുക്കറിയില്ല. ഖാദർ തൂറികൾക്ക് ഒരിക്കലും ബുദ്ധി ഉദിക്കൂല. ഓക്കെ, അതാണ് സത്യം. ഖാദർ തൂറികൾക്ക് ബുദ്ധി ഉദിക്കൂല. അപ്പൊ പോട്ടെ മോനാൽത്താഫെ, കുറച്ച് തിരക്കുണ്ട്. ഇതിനുള്ള മറുപടി ഇതായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ.